നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ. ശാരീരിക പ്രശ്നമുണ്ട്. എന്തെല്ലാം പ്യാരി മുതലാളി പറയുന്നത്. നീ ചിക്കനോ സുഖലോലുപതിയുടെ വീട്ടിൽ കഴിയുന്ന പ്യാരി മുതലാളി കഷ്ടപ്പാടിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. ലൈവ് ഈ വീടിന്റെ മൊത്തം പണിയെടുക്കുന്നത് ഞാനാ. എന്നെ കുറിച്ച് ഒരു വാക്ക് നാണും മാനും ഉൾപ്പുമില്ലാത്ത എന്റെ ഫോണിനെ മതി. നിന്റേത് കേട്ടത് മതി. ഞാൻ പറയാ നാട്ടാർ മൊത്തം ലോകം മൊത്തം അറിയട്ടെ എന്റെ കഷ്ടപ്പാട്. ഹായ് മോനെ. ഉണ്ണിയേട്ടൻ കുറച്ച് കഥ പറയാൻ. 12 കൊല്ലായി ഈ പ്യാരി മുതലാളിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരനാണ്. 12 കൊല്ലം 2 മാസം കണക്കിന് ഇന്ന് വരെ ഒരു ശമ്പളം കൂട്ടണമെന്നോ മര്യാദക്ക് എന്തെങ്കിലും മെനു പറയാലോ ഒന്നും ഞാൻ പറയില്ല. ഉണ്ണിയേട്ടൻ പറയില്ല. ഇന്നിപ്പോ അവര് പറയാൻ തുടങ്ങുന്നു അവരെ ഭക്ഷണ കുറവ്. ഞാൻ ഇന്ന് വരെ രാവിലെ പുട്ടും ചെറുപയറുന്നോ, ഉച്ചക്ക് മട്ടൻ ബിരിയാണി പറഞ്ഞോ, രാത്രി പൊറോട്ടയും ചിക്കനും പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ട. ദൈവത്തോട് ലൈവിനോട് കള പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞില്ല. എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ നോക്കുക ഒന്നും പറയണ്ടതാ. എന്റെതല്ല ആരെ ഷഡ്ഡിന്ന് ഞാൻ പറയണ്ടത്. പ്യാരിന്റെ ഇതാ അവരെ ഷഡ്ഡി, ലുങ്കി, ബ്ലൗസ് എന്തെല്ലാം ഈ വീട്ടിലത്തെ സകലമാനം അലക്കുന്നത് ലൈവായിട്ട് അലക്കുന്നത്. മിഷനുണ്ട്. തുണി കേടാ പോലും ആലോചിക്കണം. മിഷനിലിട്ട ഏത് തുണിയാ കേടായത്? ലണ്ടനിലെ ന്യൂയോർക്കിൽ തുണി കേടാവുക ഇല്ലല്ലോ. എനിക്കൊരു ക്യാമ്പിൽ പോയ ഡോക്ടർ പറഞ്ഞെന്നറിയാ 5 വിറ്റാമിൻ കുറവാ. ABCDEF 5 ഇല്ല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ ആരോഗ്യം ഞാൻ അവർക്ക് വേണ്ടി ഹോമിച്ചതാണ്. ഒന്ന് മനസ്സിലാക്കണം. ഈ വീട്ടിലേക്ക് ആവശ്യത്തിന് സകലമാന സാധനം മണിക്കാൻ പീടി പോകുന്നത് ഞാൻ. ചിക്കൻ മേടിച്ചോണ്ടരും, അത് കറി വെക്കും. ഇറച്ചി അവരേക്കും എല്ലാവർക്കും. മട്ടൻ മേടിച്ചോണ്ടരും, അത് കറി വെക്കും. അത് ഇറച്ചി അവർക്ക് എല്ലാവർക്കും. ഞാൻ എന്താ പട്ടിയല്ല പട്ടിക്ക് ഇറച്ചി കൊടുക്കുന്നത്. ഒന്നും വേണോ ചോദിക്കൂല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. സകലമാന പണിയെടുത്ത് കഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ ഒരുത്തൻ, ഒരു സർവേയർ, ഒരു വേലക്കാരൻ ഇങ്ങനെ ഉണ്ട് എന്നില്ല ഒരു സ്നേഹം വേണ്ടേ? ഒന്നുമില്ല. ഇതറിയണം. ഈ ലോകം മൊത്തം അറിയണം. അറിഞ്ഞിട്ട് ഇതിന്റെ നടപടി ആരായാലും എന്ത് കേസ് വന്നാലും സാരില്ല. ഒരു കേസിലും ഇതുവരെ പെട്ടിട്ട. ഇതിന് വേണ്ടിയിട്ട് ഒരു കേസ് ഞാൻ പെടും. സൂതച്ചൻ അവരാണോ എന്നെ നിശ്ചയിക്കണ്ട്? എനിക്ക് സാധനം വേണ്ടത് പ്യാരിയാണോ മണ്ടു ആണോ? ഇവരൊന്നല്ല. എനിക്ക് എന്തെന്ന് സാധനം വേണ്ട, തിന്നാനെന്ന് വേണ്ട, കുടിക്കാനെന്ന് വേണ്ട, കിടക്കാൻ ഉറങ്ങാൻ നല്ല സ്ഥലം വേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത്. ഞാനാ പറയേണ്ടത്. ഞാൻ പറഞ്ഞാണോ അവർ ചെയ്യേണ്ടത്? അല്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. തോഫാക്കലടാ. എന്താ വീട്ടിന്റെ ഒക്കെ കാര്യം പറയണേക്കാ നല്ലത്. അയ്യോ ഇതൊക്കെ നാട്ടുകാർ കാണില്ലേ നമ്പുരാനെ. ആണല്ലേ എന്താ ചെയ്യാ? ഇത് കണ്ടോ? ഈ കാര്യങ്ങൾ അറിഞ്ഞോ? ഞാൻ അപ്പൊ അത് നോക്കി. സുഖം അവിടുത്തല്ലേ? അത് നോക്കപ്പോ ഞാനേ. കഷ്ടം നല്ല ഈ ജാതി അടക്കള കാര്യങ്ങള് നാട്ടുകാരോട് മുഴുവൻ കേൾപ്പിക്കാ പറഞ്ഞാല് എങ്ങനത്തെ ഒരു കുടുംബാണത്? ഇത് എന്താ വെച്ചണ്ട, ഈ ലോകം മുഴുവൻ കാണും. അപ്പൊ ഈ നാടും നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് വിചാരിക്കും. പ്യാരിന്റെ വീട്ടിലെ വിശേഷം അറിഞ്ഞില്ലേ? അതല്ല ഇപ്പൊ ഞങ്ങള് പറഞ്ഞേക്കണ ഇവിടെ. കണ്ട വീഡിയോ കണ്ടോ? എന്താ കാണാല് ഇപ്പൊ ആ അവനും അവന്റെ ഭാര്യയും കൂടിയിട്ട്. അല്ല അപ്പൊ മോനിട്ട വീഡിയോ കണ്ടില്ലെങ്കില്? മോനിട്ട കണ്ടില്ല, അത് വേറെണ്ടോ? അതല്ല, അത് കണ്ടിട്ടപ്പ ഞങ്ങള് വരുന്നത്. അതൊന്ന് കണ്ടു നോക്കി. ആ ചെക്കൻ പറഞ്ഞ വർത്താനം നോക്കി നിങ്ങള്. ഹലോ ഗൈസ്, നിങ്ങൾക്കറിയാവോ ഇവിടെ നടക്കണ എന്താണ്? എന്റെ അച്ഛനും അമ്മയും അച്ഛനും ഇവിടെ മിണ്ടണില്ല. ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുക. ഈ അച്ഛൻ ചിക്കനും മീനും അൽഫാമും കടായും ഒന്നും തിന്നൂലെന്ന് വെച്ച് ഞങ്ങൾക്ക് തിന്നണ്ടേ? ഈ അമ്മേനിട്ട് ഇങ്ങനെ അതുണ്ടാക്കി ഇതുണ്ടാക്കി അച്ഛൻ വേയിച്ചേരാന്ന് അച്ഛൻ എല്ലാം ഉണ്ടാപ്പിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അമ്മേനിട്ട് കഷ്ടപ്പെടുത്തരുത്. പിന്നെ അച്ഛന്റെ ഭാഗത്ത് തന്നെ നിക്കല്ല. അച്ഛൻ ഞങ്ങളെ ഭാഗത്ത് നിൽക്കില്ലെങ്കിൽ എനക്ക് അച്ഛനെ വേണ്ട. ഇങ്ങനത്തെ അച്ഛനെ എനിക്ക് വേണ്ട. മൊത്തത്തില് കുടുംബം നാറി. എന്റെ ശരീരത്തിൽ ഞാനൊരു കുട്ടി
ചെറിയ കുട്ടിയാണ്. എന്റെ ശരീരത്തിൽ വേണ്ട പോഷകാഹാരങ്ങൾ എനിക്ക് കിട്ടണില്ല. അത് ഈ കഞ്ഞി കുടിച്ചാൽ എനിക്ക് കിട്ടൂല. കഞ്ഞി ചമ്മന്തിയും കുടിച്ചാൽ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഈ ചിക്കൻ അൽഫാമെല്ലാം വേണം. അച്ഛൻ അത് മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം. അച്ഛൻ ഞങ്ങളെ ഭാഗത്ത് നിൽക്കണം. നിന്നിക്കില്ലേ ഞങ്ങൾക്ക് അച്ഛനെ വേണ്ട. കണ്ടോ, മണ്ടുവിന്റെ മോൻ തന്നെയല്ലേ ഇത്, അല്ലാണ്ട് ഉമ്മാര് വർത്താനം പറയോ? വിറ്റൊക്കെ കുടുംബടക്കം മുഴുപ്രാന്തയക്ക. ഇത് നാട്ടുകാർ കാണുന്നത് ബോധം വേണ്ട പേർക്ക്. ഇതിപ്പോ ഇങ്ങനെ കുടുംബസമേത ഈ ജാതി പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് നമ്മളെ അയൽവക്കാർക്ക് കൂടി നാണക്കേടുണ്ടാകുന്ന എന്താ ചെയ്യാൻ പോയി ചോദിച്ചാലോ? ആന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു വിവരമില്ലാത്ത ടീമാണ്. അല്ല സത്യം, അത് പറഞ്ഞ് മനസ്സിലാക്കണതേ. സത്യമായിട്ട് ആടെ ആരെങ്കിലും എന്തെങ്കിലും കടുക ചെയ്താൽ നമ്മൾ തന്നെ കാണണ്ടേ? അതും ശരിയാണ്. ഇനിയിപ്പൊ ഈ കോലത്തിലത് പോണിച്ച എവിടെ ചെന്ന് അവസാനിക്കാൻ നമുക്കറിയോ? നിങ്ങൾ പോയത് ചോദിക്കുന്നത് വായോ. നിൽക്കണ്ട, നമ്മള് കാര്യങ്ങൾ പോണു. ഓം വന്ന കാര്യങ്ങൾക്കൊരു ഒരു വകതിരിവ് ഉണ്ടാവും. അവൻ സംസാരിക്കാൻ പറ്റുമോനാ? അപ്പൊ ഇപ്പൊ ഇനി നമ്മള് അതാണ് കഴിഞ്ഞോട്ടെ, അവന്റെ വർത്താനം കഴിട്ടെ. എന്തായാലും ഇപ്പൊ മന്മത അവിടെ എത്തിയ സ്ഥിതിക്ക് അത് നോയിക്കോളൂ. അവത്തിന് സംസ്കാരം ഉള്ളവനാ. പിന്നെ നമ്മളെല്ലാരും കൂടി കയറി ചെല്ലുന്നത് മോശമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഒരെണ്ണം ഉണ്ടാകട്ടെ. അത്രേ വേണ്ടു. ഞാട് എന്നാ പോട്ടെ. എന്നാ ആവട്ടെ. അടുത്ത വീഡിയോ വന്നിക്കണ്. വീഡിയോ അടുത്ത് വന്നിക്കണ്. എവിടെ നോക്കി? എന്താ അച്ഛ കേട്ട് മുന്ന അച്ഛ കേട്ട് നന്നായി വരും. വലിയ ആളാവും നീ, വലിയ ആളാവും. അമ്മ പറഞ്ഞു തന്ന് പഠിപ്പിച്ചത് അച്ഛനോട് പറഞ്ഞല്ല. നീ നിന്റെ നാവിന് ബലം കിട്ടിയല്ല. നന്നായി വരും, വലിയ ആളാവും. നീ തിന്നോ മോനെ, അൽഫാമോ ചിക്കനാ എന്താന്ന് വെച്ചാ തിന്നോ. എല്ല് തൊണ്ടേ കെട്ടാതെ നോക്കണം. നിന്റെ ഫോണില്ലേ, ആ ഫോൺ അച്ഛനോട് പറഞ്ഞ ഫോൺ, അതെന്റെ അച്ഛന്റെ കാശാണ്. മുന്ന എന്റെ അച്ഛന്റെ കാശാണ്. അച്ഛനെ നീ പറഞ്ഞപ്പോ നിന്റെ അണ്ണാക്കിന് ഇരുന്നില്ലേ ലോലിപോപ്പ്, തിന്നില്ലേ? ഞാൻ പണിയെടുത്ത കാശാണ്. തിന്നോ മോനെ, തിന്നോ, നല്ലോണം തിന്നണം. തിന്നന്റെ പ്രായമാണ്. നീ ഒരു കാര്യം ഓർത്തോ, നീ എന്റെ ചോരയല്ല. ഇനി എന്റെ ചോരയല്ല നീ. എന്റെ ചോര ഇങ്ങനെയല്ല. അയ്യോ, നീ ഇപ്പൊ വടക്കേ മുറിയിലിരുന്നല്ലേ അച്ഛനോട് പറഞ്ഞത്? നമ്മുടെ വീടിന്റെ വടക്കേ മുറിയില്. നിങ്ങളുടെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എന്റെ മുന്നിൽ കൂടി വരണം. നീ അത് മറക്കണ്ട. നീയും അമ്മയും 10 കൊല്ലമായിട്ട് തിന്ന് നെയ് മുറ്റിയില്ലേ, തിന്നില്ലേ? എന്റെ കാശാണ്. എന്റെ അച്ഛനുണ്ടാക്കിയ 50 സെന്റ് നിങ്ങൾക്കില്ല. എന്റെ 50 സെന്റ് നിങ്ങൾക്കില്ലേ? അച്ഛ തീരുമാനമെടുത്ത് ഈ 50 സെന്റ് നിനക്കില്ലേ? ഇനി അച്ഛ ഇല്ലേ? വലിയ ആളാവും മുന്ന. ഉമ്മ ബായ്. ഒരച്ഛൻ മോനോട് പറയേണ്ട വാക്കാണ്. ചെറിയൊരു ചെക്കനല്ലേ, ഓനെ എങ്ങനെ അത് ഉൾക്കൊള്ളണമെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ.